ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 1 ഞാനും റോക്കക്കുട്ടനും കൂടി ഒന്ന് ഫോർട്ട് കൊച്ചി ചുറ്റാൻ വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ. അവിടെ എന്തോ വിശപ്പിൻ്റെ പരിപാടി നടക്കാൻ വേണ്ടി അവിടെ സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ്, ഒരുപാട് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവിടെ കോച്ചിങ് ആണെന്ന് തോന്നുന്നു, കാരണം ഈവനിങ് സമയത്ത് അവരവിടെ കളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വാസ്കോ ഡ ഗാമ, കാരണം ക്രിസ്മസ് ഡിസംബറൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു രസമായിരിക്കും. അവരുടെ മെയിൻ കാഴ്ചകളിലൊന്നാണ് ഈ വാസ്കോ ഡ ഗാമ. അതങ്ങനെ ഞാൻ എൻ്റെ പതിവ് പോലെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എത്താൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് ഫിഷ് സ്റ്റോളും കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിനുശേഷം എങ്ങനെ പോയി നമ്മുടെ ഫാമിലീസ് എല്ലാം വന്നിരിക്കുന്ന നമ്മുടെ ബീച്ചിലെത്തി. ഇവിടെ നേരത്തെ സീവീഡ് ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പോൾ വളരെ മനോഹരമാക്കി, കാരണം ക്രിസ്മസും ന്യൂ ഇയർ എല്ലാം വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ അടുക്കുകയാണ്. ഇവിടെ എല്ലാം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫുട്ബോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളിക്കാം, നല്ല രസമായിരിക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ച. അതിനുശേഷം ഞാൻ എത്തിയതാണ് നമ്മുടെ വെളി ഗ്രൗണ്ട്. അവിടെ ഇപ്പോൾ ഒരുപാട് ഫുട്പാത്തെല്ലാം വന്നുകൊണ്ടിട്ട് ഒരുപാട് പേര് അവിടെ ജോഗിങ്ങും ഷട്ടിലും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ആ സൈഡിലോട്ട് വരുമ്പോഴേക്കും ഫുട്ബോളും, പിന്നെ ദൂരെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം നടക്കുന്നതും ഇവിടെ ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ റോക്കോക്കുട്ടൻ്റെ ബാക്കിൽ ലൈറ്റ് ഇല്ലെന്ന്. അങ്ങനെ ഞാൻ റോക്കോക്കുട്ടനും ലൈറ്റ് ഫിക്സ് ചെയ്യാമെന്ന് കരുതി ഒരു ഷോപ്പിൽ വന്നു. അങ്ങനെ അവിടെ നിന്ന് ലൈറ്റ് മേടിച്ചു. 250 രൂപയായിട്ടോ. അങ്ങനെ ആ ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ ലൈറ്റ് പുള്ളിക്കാരൻ കത്തിക്കുന്നത് കാണിച്ചു തന്നു. അത് 2-3 മോഡുണ്ട്, ഇങ്ങനെ മിന്നി കത്തും. അപ്പോൾ നമുക്ക് കൂടുതൽ സേഫ്റ്റിയാണ് രാത്രിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ചേട്ടൻ നമ്മുടെ സീറ്റൊക്കെ എല്ലാം അഴിച്ചു, അതിൻ്റെ അകത്തൂടെ അത് ഫിക്സ് ചെയ്ത് അതിനെ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് പുറത്തൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് അഴിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇത് മാത്രം സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ലാമ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് ഞാൻ ഓർത്തത് വാട്ടർ ബോട്ടിൽ വെക്കാനും ആ ഒരു സാധനം വാങ്ങാം. അങ്ങനെ അതും വാങ്ങി, അതും ഫിറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ.